ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ദൈവത്തിൻ്റെ ഒത്തിരിയേറെ കൃപകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഫാദർ ജിനു പള്ളിപ്പാട്ട്. ജീവിതത്തിൽ ഒത്തിരിയേറെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കുക, അല്ലേ? ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്? എന്നെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന്? പലപ്പോഴും ഈ സ്നേഹത്തിന് വേണ്ടി മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുക. ആര് സ്നേഹിക്കും? ആര് ചേർത്ത് പിടിക്കും? ആരെന്നെ മനസ്സിലാക്കും? ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സങ്കടമാണ് സ്നേഹിക്കാൻ ആരുമില്ല എന്നുള്ളത്. ശരിയല്ലേ? പലപ്പോഴും എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ആളുകൾ പറയുന്നത് കേൾക്കാം, അച്ഛാ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല. പലപ്പോഴും ഒത്തിരിയേറെ വേദനയോടെ അത് പറയുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിങ്ങിന് വന്നത് 34 വയസ്സായി ആ മനുഷ്യന്. ഏകദേശം ഒരു കുടുംബജീവിതമൊക്കെ നയിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തി. ആ വ്യക്തിയുടെ ഏറ്റവും വലിയ സങ്കടം ഇത്രയേ ഉള്ളൂ, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ഇന്ന് ജീവിക്കുന്ന പല മനുഷ്യരുടെയും ഏറ്റവും വലിയ സങ്കടമാണിത്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ഒത്തിരി മനുഷ്യരങ്ങനെ കണ്ടുമുട്ടാറുണ്ട്. പലപ്പോഴും ജീവിതത്തിൻ്റെ വേദനകളുമായിട്ട് ഇങ്ങനെ കരഞ്ഞ് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. ചിലപ്പോൾ എല്ലാവരും ഉണ്ട് കൂടെ. ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, മാതാപിതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു സമൂഹം മുഴുവൻ കൂടെ ഉണ്ടായിട്ടും ഒറ്റയായി പോകുന്ന മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ. ഒത്തിരി പേര്. ഇന്ന് പലർക്കും തിരക്കുകളാണ്. ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെയുള്ളവരെ കണ്ടെത്താനോ മനസ്സിലാക്കാനോ ഒന്നും നേരമില്ലാണ്ടായി തുടങ്ങി. പലപ്പോഴും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ മനുഷ്യർ ഒറ്റയ്ക്കായിക്കൊണ്ടിരിക്കുക. ഒത്തിരി സങ്കടങ്ങളുമായിട്ട് ഇന്ന് മനുഷ്യർ ജീവിക്കണേ. സ്നേഹിക്കാൻ ആരുമില്ലാത്തതിൻ്റെ സങ്കടങ്ങൾ, ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്തതിൻ്റെ സങ്കടങ്ങൾ, തന്നെ ഇരുന്ന് കരയുന്ന ഒത്തിരി മനുഷ്യർ. പലപ്പോഴും എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിലും എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ആയിട്ട് ഫോൺ വിളിക്കുമ്പോൾ കരയുകയാണ് മനുഷ്യർ. അച്ഛാ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാനിതൊക്കെ ആരോടാ പറയുക? എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കളൊക്കെ കൂടെയുണ്ടെങ്കിലും എനിക്ക് അവരോട് അത് തുറന്നു പറയാൻ പറ്റണില്ല. അതിനുള്ളൊരു സാഹചര്യം എൻ്റെ വീട്ടിലില്ല. പലപ്പോഴും ഇങ്ങനെ നൊമ്പരങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. സ്നേഹിക്കാൻ ആരും ഇല്ലാത്തതിൻ്റെ വേദനകളായിട്ട് ജീവിക്കുന്നവർ, ഒറ്റപ്പെട്ടു പോയവർ. എല്ലാവരെയും സ്നേഹിക്കുന്നു, പക്ഷേ ആരും എന്നെ സ്നേഹിക്കണില്ല. എല്ലാവരെയും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ ആരും എന്നെ മനസ്സിലാക്കണില്ല. എല്ലാവരെയും ഞാൻ ചേർത്ത് പിടിക്കുന്നുണ്ട്, പക്ഷേ എന്നെ ആരും ചേർത്ത് പിടിക്കുന്നില്ല. ഇങ്ങനെ ഒത്തിരിയേറെ നൊമ്പരങ്ങളുമായിട്ട് ജീവിക്കുന്ന പല മനുഷ്യരെയും പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന ഒരു കേസാണ് എന്നെ ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക. കഴിഞ്ഞ ദിവസം വന്നൊരു കേസ് ഇങ്ങനെയാണ്. ഒരു 36-38 വയസ്സായി ഒരു സഹോദരിക്ക്. ഏകദേശം അത്രയാണെന്ന് തോന്നണു. ഞാൻ വയസ്സ് ചോദിച്ചില്ല, സ്ത്രീകളോട് വയസ്സ് ചോദിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചില്ല. പക്ഷേ ഏകദേശം അത്ര തോന്നിക്കാം. 2 മക്കളുണ്ട്, വിവാഹിതയാണ്, ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സഹോദരി പറയാ, അച്ഛാ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്, എൻ്റെ മക്കൾ എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിത പങ്കാളിയുടെ കൂടെയാണ് ഞാൻ കിടന്നുറങ്ങുന്നതെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് അച്ഛാ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ പറ്റണില്ല. അവർക്ക് എപ്പോഴും വഴക്കും ദേഷ്യമൊക്കെയാണ് വീട്ടിൽ. എൻ്റെ സങ്കടങ്ങൾ ആരോടും പറയാൻ പറ്റണില്ല അച്ഛാ, ഞാനിങ്ങനെ ഡൗൺ ആയി പോവാ, എനിക്കെന്തെങ്കിലും പറ്റുമെന്നൊരു പേടി. അതുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വരിക. എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് കരയുക. ഒരു 36-38 വയസ്സിനിടയിൽ നിൽക്കുന്ന ആ സഹോദരി എൻ്റെ അടുത്തിരുന്ന് കരയണ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. എല്ലാവരും ഉണ്ടായിട്ടും ജോലി ചെയ്യുന്നുണ്ട്, നല്ലൊരു ബിരുദമുണ്ട് കയ്യിൽ, എല്ലാം ഉണ്ട്, അറിവുണ്ട്, നല്ല അറിവുള്ളൊരു കൊച്ച്, എല്ലാം ഉണ്ട്. പക്ഷേ സ്നേഹിക്കാൻ ആരുമില്ലാത്തതിൻ്റെ ഒത്തിരി സങ്കടങ്ങളുമായിട്ട് അവൾ ജീവിക്കുക. രാവിലെ എഴുന്നേൽക്കുന്നു, മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, അവരോട് എന്തെങ്കിലും പഠനത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒറ്റയ്ക്കാണ്. ആരും എന്നോട് ചോദിക്കാറില്ല അച്ഛാ സുഖമാണോ എന്ന്. അതിലേറ്റവും കൂടുതൽ അവൾക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം, എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് സംസാരിക്കാൻ വരുന്നവരോടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം, അറിയോ ഓക്കെ. അവൾ എൻ്റെ അടുത്ത് വന്ന്, ഈ സഹോദരി എൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സ്തുതിയൊക്കെ തന്നു, എൻ്റെ വീട് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം അറിയോ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കണ്ണീന്ന് ഇങ്ങനെ കുടുകൂടാന്ന് കണ്ണുനീര് ചാടാൻ തുടങ്ങി. ഒത്തിരി വേദനയോടുകൂടി അവൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുക, കണ്ണീന്ന് ഇങ്ങനെ കുടുകൂടാന്ന് കണ്ണുനീര് ചാടാ. അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഓക്കെ, അത് കണ്ണുനീര് തുടക്കി, എന്നിട്ട് അച്ഛൻ്റെ അടുത്തിരിക്കുക.
എന്നിട്ട് ഞാൻ അവളോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അവൾ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, എനിക്ക് എല്ലാവരും ഉണ്ട് അച്ഛാ, നല്ലൊരു ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ട്, എൻ്റെ മാതാപിതാക്കളുണ്ട്, വീക്കെൻഡിൽ പോയി കാണും, എനിക്ക് ജോലിയുണ്ട്, നല്ല ബിരുദമുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. എനിക്ക് വല്ലാത്തൊരു മാനസിക പിരിമുറുക്കമാണ് അതിനെ ഓർത്തിട്ട്. എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റണില്ല. എൻ്റെ ഓഫീസിലെ എൻ്റെ സങ്കടങ്ങളോ ആരോടൊന്നും പറയാൻ പറ്റണില്ല. വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ. ഞാൻ ഡൗൺ ആയി പോകുമെന്ന് തോന്നുന്നു അച്ഛാ. എനിക്ക് ഒന്നിനും പറ്റുന്നില്ല എന്നൊരു ചിന്ത. അതുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരിക. എൻ്റെ സ്നേഹം നിറഞ്ഞവർ, ഇങ്ങനത്തെ ഒത്തിരി വിഷമങ്ങളുമായിട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ. നിങ്ങളിൽ തന്നെ ഉണ്ടാകാം. അവർക്ക് വേണ്ടിയിട്ടുള്ളത് ഈ വീഡിയോ. എപ്പോഴും ചിന്തിക്കുക, മനുഷ്യന് പലപ്പോഴും നമ്മളെ പരിപൂർണമായിട്ടും സ്നേഹിക്കാൻ പറ്റില്ല. അത് സത്യമാണ്. അത് ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമ്മൾ മനസ്സിലാക്കണ പോലെ നമ്മളെ മനസ്സിലാക്കാൻ, നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മളെ കൊണ്ടു നടക്കാൻ ഏതെങ്കിലും മനുഷ്യന് പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ടോ? എൻ്റെ ജീവിത പങ്കാളിക്ക് പറ്റും. 10-70 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത ജീവിത പങ്കാളിയില്ലേ? എത്ര വർഷം കഴിഞ്ഞാലും മനസ്സിലാക്കാൻ, എത്ര പ്രണയിക്കുന്നു എന്ന് പറഞ്ഞാലും, എത്ര കമിതാക്കളാണെന്ന് പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്ത ഇഷ്ടം പോലെ സാഹചര്യങ്ങളില്ലേ? എപ്പോഴും ചിന്തിക്കേണ്ട കാര്യതാ. ജീവിതത്തിൽ ഓർത്തു നോക്കിയേ, എത്ര സ്നേഹിക്കണമെന്ന് പറഞ്ഞാലും, എത്ര മനസ്സിലാക്കണമെന്ന് പറഞ്ഞാലും മനുഷ്യന് ഒത്തിരി കുറവുകളുണ്ട് ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ. അതേത് തരത്തിലുള്ളതാണെങ്കിലും, സൗഹൃദമാണെങ്കിലും മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഞാൻ എന്താ പറയണമെന്നറിയോ? നിങ്ങളെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് അവൻ പറയാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ പറഞ്ഞു വെച്ച ഏറ്റവും സുന്ദരമായ കാര്യമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കുരിശുമരണത്തിൻ്റെ അവസാനം വരെ ആ കുരിശിലിങ്ങനെ 2 കരങ്ങളും വിടർത്തി പിടിച്ചിട്ട് ഈശോ പറയുന്നുണ്ട്, എത്ര വേദനിച്ചാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്നെ എത്രമാത്രം സങ്കടപ്പെടുത്തിയാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്നെ എത്രമാത്രം മുറിപ്പെടുത്തിയാലും, എത്രയേറെ വേദനിപ്പിച്ചാലും ഈശോ നിന്നോട് പറയും സ്നേഹിക്കുന്നു. നിങ്ങളൊന്ന് ഓർത്തുവെക്കേ, മനുഷ്യരാണെങ്കിൽ നമ്മളൊന്ന് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അവരിട്ടേച്ചു പോവും, ദേഷ്യപ്പെടും, വഴക്കുണ്ടാക്കും, നിന്റെ കൂട്ട് എനിക്ക് വേണ്ടെന്ന് പറയും, നീ മോശക്കാരിയാന്ന് പറയും, അല്ലേ? പക്ഷെ ദൈവം അങ്ങനെയാണോ? അല്ല. നമ്മളെത്ര വേദനിപ്പിച്ചാലും ഒന്ന് കരഞ്ഞ് അവൻ്റെ മുമ്പിൽ നിന്നാൽ അവൻ ഇങ്ങനെ ചേർത്ത് പിടിക്കും. ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു കുറവ് കാണുമ്പോൾ, ഒരു പോരായ്മ കാണുമ്പോൾ, ഒരു സങ്കടം കാണുമ്പോൾ എൻ്റെ കൂടെയുള്ളവർ എന്നോട് പറയും, നിൻ്റെ കുഴപ്പം കൊണ്ടാണ്. എൻ്റെ ജീവിത പങ്കാളി ചിലപ്പോൾ എന്നെ നോക്കിയിട്ട് പറയും, നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ നീ ഇത് നേടിയെടുത്തേ, അത് നീ തന്നെ അനുഭവിച്ച് തീർക്ക്. മക്കൾ പറയും, അപ്പൻ്റെ അമ്മയുടെയും കുഴപ്പം കൊണ്ടാ, അല്ലേ? മാതാപിതാക്കൾ പറയും, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ ഞാൻ അത് ചെയ്യരുതെന്ന്, എന്നിട്ട് നീ എന്തേ ചെയ്തേ? ചിലപ്പോൾ കൂടപ്പുറപ്പുകൾ പറയും, നിൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് നീ നേടിയതല്ലേ, അത് നീ തന്നെ സഹിച്ചാൽ മതി, ഞങ്ങളെ കൂടി ചേർക്കണ്ട. എൻ്റെ കൂട്ടുകാർ പറയും, ഞങ്ങളെ കൂട്ടാതെ ചെയ്തതല്ലേ, നീ തന്നെ അനുഭവിക്ക്. പക്ഷെ ദൈവം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, മോനെ നീ എൻ്റേതാ, മോളെ നീ എൻ്റേതാ. അതുകൊണ്ടല്ലേ തമ്പുരാൻ പറഞ്ഞ, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 15-ാം തിരുവചനം ഒന്ന് എടുത്ത് വായിക്കണം കേട്ടോ. വളരെ സുന്ദരമായ വചനമാണത്. ആ വചനം എന്താ പറയണേ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഈശോ പറയാ, ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. നീ എന്ത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും. എന്നിട്ട് ഈ സഹോദരിയോട് ഞാൻ പറഞ്ഞു കൊടുത്ത കുറച്ച് വചനങ്ങളാണിത്. ഈ 3 വചനങ്ങളാണ് ഞാനിന്ന് പറയാം നിങ്ങളോട്. 3 വചനങ്ങൾ. ആ വചനത്തിൽ ഒരു വചനം ഇതാ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 15-ാം തിരുവചനം. അവളോട് പറഞ്ഞു, മോളെ ആര് മറന്നാലും, നിന്റെ ജീവിത പങ്കാളിയും നിന്റെ മക്കൾ മറന്നാലും, നിന്നോടൊരു വാക്കുപോലും ചോദിച്ചില്ലെങ്കിലും ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് പോയിരിക്കണം. എന്നിട്ട് സങ്കടങ്ങൾ പറയണം. അവൾ പറയാ, അച്ഛാ ആരും എന്നെ സ്നേഹിക്കാനില്ലാത്തൊരവസ്ഥ ഉണ്ടായപ്പോൾ എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. കാരണം എനിക്ക് ദൈവം തന്ന എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ എന്നോടൊരു വാക്ക് പോലും ചോദിക്കുന്നില്ല. ഓക്കെ അമ്മ എന്തുണ്ട് വിശേഷം, സുഖാണോ, നോ, അങ്ങനെ ഇല്ലാത്തൊരു ജീവിതത്തിൽ എന്തിനാ അച്ചോ എനിക്ക് എൻ്റെ ദൈവം? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി, ആ സ്ത്രീ എൻ്റെ അടുത്ത് കരയുക. ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തൊരു വചനം എങ്ങനെയാ? പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഞാൻ അവളോട് പറഞ്ഞു, മോളെ ഈ ലോകത്ത് മനുഷ്യർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല. മനുഷ്യർക്ക് ചിലപ്പോൾ നമ്മുടെ വിഷമങ്ങളോടുകൂടെ നമ്മളെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല, നമ്മുടെ കുറവുകളോടുകൂടെ നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല, അല്ലേ? അവൾ പറഞ്ഞു, അതേ അച്ഛാ, എൻ്റെ കുറവുകളോടുകൂടെ എൻ്റെ ഭർത്താവിനെ ചിലപ്പോൾ എന്നെ സ്നേഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ മിണ്ടാതെ ഇരിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത്. ശരിയാണ്. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത്രയും തന്നെയാണ്. ഈശോയുടെ തിരുഹൃദയ തിരുനാളൊക്കെ നമ്മൾ ആഘോഷിക്കുക. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, ഈശോയുടെ തിരുഹൃദയം പറയാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മളൊക്കെ പറയും ഹൃദയമില്ലാത്തവനെന്നല്ലേ? മനുഷ്യരെ നോക്കി നമ്മൾ പറയും ഹൃദയമില്ലാത്തവനെന്ന്. എന്തുകൊണ്ടാണ്? സ്നേഹമില്ലാത്തവനെ നോക്കിയിട്ട് നമ്മൾ ഹൃദയമില്ലാത്തവനെന്ന് വിളിക്കണേ.
സ്നേഹം ഇല്ലാത്തവനെ നിന്ന് നിങ്ങൾ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെന്തോ കുറവുള്ളത് പോലെയാണ്, ഹൃദയം ഇല്ലാത്തവനെന്ന് അതിൻ്റെ അർത്ഥം. പക്ഷെ സ്നേഹമില്ലാത്ത നിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഈശോ നിന്നെ നോക്കി പറയാ, ഈ തിരുഹൃദയം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അത് പോരെ നമുക്ക് ജീവിക്കാൻ. എന്നോട് പലരും ചോദിക്കാറുണ്ട്, അച്ഛൻ എങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റണേ, എങ്ങനെ ചിരിക്കാൻ പറ്റണേ, ഒത്തിരി അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും എങ്ങനെയാണ് ചിരിക്കാൻ പറ്റണേ? ഞാൻ പറയും, എൻ്റെ ദൈവമുണ്ട് എൻ്റെ കൂട്ടിന്, വേറെ ഒന്നുമില്ല. മനുഷ്യർ ചിലപ്പോൾ കുറച്ച് നാൾ സ്നേഹിക്കും, മറക്കും, വിട്ടേച്ചു പോകും. പക്ഷെ ദൈവം മറക്കോ? ഇല്ല. വിട്ടേച്ചു പോകോ? ഇല്ല. അവൻ കൂടെ ഉണ്ടാവുന്നേ. എനിക്കതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാ. ദൈവസ്നേഹത്തിൽ അടിയുറച്ച് വിശ്വസിക്കേ. ആരുമില്ലെങ്കിലും ആ ദൈവത്തിൻ്റെ അടുത്ത് കുറച്ചു നേരം ഒന്ന് പോയിരിക്കേ. പറ്റുമെങ്കിൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നൊന്ന് കരയ്. അപ്പം നിൻ്റെ ജീവിതത്തിന് ആശ്വാസം ഉണ്ടാവും. എൻ്റെ തമ്പുരാനുണ്ട് എന്നെ സ്നേഹിക്കാനെന്ന ചിന്തയുണ്ടാവും. അതും മതിയുടെ നമുക്ക് മുൻപോട്ട് അങ്ങോട്ട് ജീവിക്കാൻ. കേട്ടോ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 3 തിരുവചനം. ഞാൻ ആ സഹോദരിക്ക് പറഞ്ഞു കൊടുത്ത 2ാമത്തെ വചന. ആ വചനം എന്താ പറയണേ? എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. അത്രമാത്രം വിശ്വസ്തത കാണിക്കുന്ന വേറൊരു സ്നേഹവും ഇല്ല ജീവിതത്തിൽ. ഓർത്തോളണം, അത്രമാത്രം വിശ്വസ്തനാ തമ്പുരാൻ. നമ്മളൊന്ന് സ്നേഹിച്ച ആ തമ്പുരാൻ നമ്മൾ തിരിച്ചു സ്നേഹിക്കും. മനുഷ്യരോ നമ്മളെത്ര സ്നേഹിക്കണമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവരുടെ കാര്യത്തിന് വേണ്ടി അവരിട്ടേച്ചു പോകും. ഒരവസരത്തിന് വേണ്ടി അവർ നോക്കിയിരിക്കും. അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ അവർ നമ്മളെ ഒഴിവാക്കും. പക്ഷെ ദൈവം ഒഴിവാക്കോ? അവൻ വിശ്വസ്തനാ, സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തനാ. എത്ര കുറവുണ്ടെങ്കിലും, സ്നേഹിക്കുന്ന വ്യക്തിക്ക് എത്ര കുറവുണ്ടെങ്കിലും അവൻ നമ്മളെ ചേർത്ത് പിടിക്കും. അതുകൊണ്ട് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 3 തിരുവചനം ഒന്ന് വായിക്കണം. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. അടുത്തൊരു വചനം കൂടി അച്ഛൻ പറയാം. വിലാപങ്ങളുടെ പുസ്തകം 3 അധ്യായം 22 തിരുവചനം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ജീവിതത്തിൽ ചിന്തിച്ചോളണം, ആരുടെ സ്നേഹം എന്നിൽ നിന്ന് അകന്നുപോയാലും, ഞാൻ ചങ്ക കൊടുത്ത് സ്നേഹിച്ചവരും, ഞാൻ സമയം കൊടുത്ത് സ്നേഹിച്ചവരും, ഞാൻ എല്ലാം കൊടുത്ത് സ്നേഹിച്ചവരും എന്നെ ഇട്ടേച്ചു പോകും ചിലപ്പോൾ, അല്ലേ? വർഷങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നത്, എൻ്റെ കർത്താവെ ഞാൻ ഓർത്തുപോയി, 10 വർഷം ഒന്നിച്ച് ജീവിച്ചതാ, സ്നേഹിച്ചതാ, ഇട്ടേച്ചു പോയി. വേറൊരാളെ കൊണ്ട് ഇട്ടേച്ചു പോയി. 10 വർഷം ഒന്നിച്ച് സ്നേഹിക്കുന്നത്. എത്ര വർഷം? 20 വർഷം, 15 വർഷം കഴിഞ്ഞിട്ട് എത്രയോ കേസുകൾ ഇട്ടേച്ചു പോകുന്നു. 15 വർഷം ഒരുമിച്ച് സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് ഒന്നിച്ച് നടന്നിട്ട്, മനസ്സും ശരീരവും ഒക്കെ പങ്കുവെച്ച് നടന്നിട്ട്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം ഇട്ടേച്ചു പോകാൻ മനുഷ്യന് പറ്റും, ദൈവത്തിന് പറ്റില്ലടവേ. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കില്ല. അത് നമ്മുടെ ജീവിതത്തോടു കൂടെ ഇങ്ങനെ നിൽക്കും. ഏതവസ്ഥയിലും, ഏത് പടുകുഴിയിലും, ഏത് വേദനയിലും, ഏത് സങ്കടത്തിലും, ഏത് തകർച്ചയിലും അവൻ നിന്ന് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവരെ, ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്തെ ചേർത്ത് പിടിക്കുക. അവിടെ നമുക്ക് ഒത്തിരിയേറെ സന്തോഷവും സമാധാനവും ആശ്വാസമൊക്കെ തോന്നും. മനുഷ്യൻ്റെ സ്നേഹം നിസ്സാര. മനുഷ്യൻ്റെ ഒരു കാര്യം കഴിയുമ്പോൾ, മനുഷ്യനെ സ്നേഹിക്കേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, മനുഷ്യനെ സ്നേഹിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പക്ഷെ മനുഷ്യൻ്റെ സ്നേഹത്തെക്കാളും വില കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹ. ആ സ്നേഹം ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ല, ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല, ഒരിക്കലും നമ്മളെ കുറ്റം പറയില്ല, ഒരിക്കലും ഒരു കുറവുണ്ടാകുമ്പോൾ മാറ്റി നിർത്തില്ല, ഒരിക്കലും നമ്മുടെ തകർച്ചയിൽ സന്തോഷിക്കില്ല. പക്ഷേ മനുഷ്യൻ്റെ സ്നേഹം ഇതൊക്കെ ചെയ്യും. അതുകൊണ്ട് എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, നമ്മളായിരിക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥയിൽ ഒറ്റപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ഒത്തിരിയേറെ സങ്കടത്താൽ എന്നെ ആരും മനസ്സിലാക്കണില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ ദിവസവും കരയുമ്പോൾ ഓർക്കുക, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 15 തിരുവചനം മനസ്സിലുണ്ടാകണം. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമ്പോൾ അവൾ മറന്നാലും, ആര് മറന്നാലും, ഞാൻ അങ്ങനെ പറയുന്ന, ആര് മറന്നാലും ഈശോ നിന്നെ മറക്കില്ല. അത് ചങ്കിലിങ്ങനെ എഴുതി വെച്ചോ, ചങ്കിൽ വെച്ചോ, മനസ്സിൽ ഉറപ്പിക്കേണ്ട വചനം. ആര് മറന്നാലും എൻ്റെ ഈശോ എന്നെ മറക്കില്ല. അടുത്ത വചനം അച്ഛൻ പറയാം, ജെറമ്യാ 31:3. എന്താ പറയണേ? എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തതയും അചഞ്ചലമാണ്. വിലാപങ്ങളുടെ പുസ്തകം 3 അധ്യായം 22 തിരുവചനം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. എൻ്റെ ദൈവം, എന്നെ സ്നേഹിക്കുന്ന ദൈവം, വിശ്വസ്തനായ ദൈവ, ഒരിക്കലും അസ്തമിക്കാതെ എന്നെ സ്നേഹിക്കുന്ന ദൈവ. ഈശോയുടെ ഹൃദയത്തിൻ്റെ ഒരു രൂപം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാ, അല്ലേ? ഈശോയുടെ ഹൃദയത്തിൻ്റെ ഈ രൂപം നമ്മളെ ഓർമ്മിപ്പിക്കാം. ഈ ഹൃദയം മുഴുവൻ നിന്നോടുള്ള സ്നേഹമാണ്.
ഈശോയുടെ തിരുഹൃദയം പറയുന്നതാ, എനിക്ക് ഹൃദയമുണ്ട് നിന്നെ സ്നേഹിക്കാൻ. ഹൃദയമില്ലാത്തവനെ എന്ന് പറഞ്ഞ് നമ്മൾ പലരെയും കളിയാക്കുമ്പോൾ, സ്നേഹമില്ലാത്തവനെ എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ദിവസവും വേദനിക്കുമ്പോൾ, നിങ്ങൾ ഓർക്കണം, നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നൊരു ഹൃദയവുമായിട്ട് എൻ്റെ തമ്പുരാൻ നിൽക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ ആരുമില്ല എന്ന് തോന്നുമ്പോൾ, എല്ലാവരും വേദനിപ്പിക്കുന്നു എന്ന് തോന്നുമ്പോൾ, എന്നെ ആരും സ്നേഹിക്കാനില്ല എന്ന് തോന്നുമ്പോൾ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ, ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരിക. അവിടെ എന്നെ ചങ്ക് തന്ന് സ്നേഹിക്കുന്ന, എന്നെ ചേർത്ത് പിടിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റും. കാരണം എന്നറിയോ, അവൻ ഒരിക്കലും നമ്മളെ പറ്റിക്കില്ല. അവനെന്നും കൂടെ ഉണ്ടാവും, അവനെന്നും വിശ്വസ്തനാണ്. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്കൊന്ന് സ്വീകരിക്കാം കേട്ടോ. അതുകൊണ്ട് സങ്കടപ്പെടൊന്നും വേണ്ട, ഈശോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങോട്ട് ജീവിച്ചാൽ മതി കേട്ടോ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറ്റുമെങ്കിൽ ഇങ്ങനെ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകുന്ന ഒത്തിരി പേരുണ്ട്, സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഒത്തിരിയേറെ ഒറ്റപ്പെടുന്നവരുണ്ട്. പറ്റുമെങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒത്തിരി മക്കളിങ്ങനെ ആരും എന്നെ സ്നേഹിക്കാനില്ല എന്നുള്ള അവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ട്. അവർക്കുള്ളൊരു ആശ്വാസമാണ് ഈ 3 വചനവും, അതോടൊപ്പം ഈശോ എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം. ആരെ എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല എന്നുള്ള ചിന്തയും. ആ ചിന്തയുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും കേട്ടോ. പറ്റുമെങ്കിൽ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുമെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ദൈവം ഉണ്ട് കൂട്ടിന്. ആ ദൈവം നിങ്ങളെ താങ്ങിക്കൊള്ളും.